ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ അർജുനെ കണ്ടെത്തിയ വിവരങ്ങളെല്ലാവരും അറിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കാണി എന്താണ് എന്നുള്ളത്. മനാഫ് പറഞ്ഞ ആൾ പറയണത് നിങ്ങളൊന്ന് കേട്ടോക്കി. ഈ വീഡിയോയിൽ എന്താണ് മൂപ്പര് പറയണത് എന്നുള്ളത്. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അർജുനെ കണ്ടെത്തിയിട്ടുണ്ടില്ലേ? ഇതാണ് മക്കളെ കേരളം. ഇതൊന്നും നിങ്ങളെല്ലാവരും കേട്ടോക്കി. തോൽക്കാനുള്ള മനസ്സില്ല, എന്തായാലും ഓനെ കൊണ്ട് പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞതേനും ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു. അങ്ങനെ ഗംഗാവലി പോയാലിടാ ഉദ്ദേശിച്ചിട്ടില്ല അവന്. ഞാൻ അപ്പളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചു തറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞതാ, ശരിയായില്ലേ? ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത്. അതെ, അർജുന്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ചു. ഞാൻ അവിടെ എത്തിക്കൂ. കഴിഞ്ഞ 2 മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഇല്ല. ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കഴിയും അതിന്റെ പരമാവധി നമ്മൾ ചെയ്തു. ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനു നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു. പക്ഷെ അതിലൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. അതെ, തോൽക്കാനുള്ള മനസ്സില്ല, എന്തായാലും ഓനെയും കൊണ്ട് പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞതേനും ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു. അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും. അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും. അത്ര ധൈര്യത്തിൽ നിന്ന, ആത്മവിശ്വാസത്തിൽ നിന്ന സാധിക്കും. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.